പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളൊക്കെ ഇന്നലെ അറിഞ്ഞ വളരെ സന്തോഷകരമായ വാർത്തയായിരുന്നു നമ്മുടെ മമ്മൂക്ക വീണ്ടും സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത്. അങ്ങനെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി സിനിമ ഷൂട്ടിങ്ങിന് എത്തിയിട്ടുണ്ട്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും ഹൈദരാബാദിലേക്ക് തിരിച്ചു. സ്വയം കാർ ഡ്രൈവ് ചെയ്താണ് മമ്മൂട്ടി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. ദൃശ്യങ്ങൾ சார் சென்னை வந்திருக்கீங்க சார் விட்டு பேசுறேன் டிஸ்டர்ப் பண்ணாதீங்க സുജിത് ചന്ദ്രൻ തുടരുന്നുണ്ട്. സുജിത്ത്, മമ്മൂക്ക ഒന്നും പ്രതികരിച്ചില്ല. പക്ഷേ ഇത്രയും മനോഹരമായ ഒരു ദൃശ്യം നമ്മൾ സമീപകാലത്തൊന്നും കണ്ടിട്ടുമില്ല. തീർച്ചയായിട്ടും ഈ സ്റ്റുഡിയോയിൽ ഇങ്ങനെ കഴിഞ്ഞ വാർത്തയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ സന്തോഷകരമായ ദൃശ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. മമ്മൂക്കയെ നമ്മൾ ശരിക്കും കാണുന്നത്, മമ്മൂട്ടിയെ നമ്മൾ കാണുന്നത് 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്. തീർച്ചയായിട്ടും മലയാള സിനിമാ പ്രേക്ഷകർക്ക്, മലയാളത്തിൻ്റെ കലാലോകത്തിനാകെ, മനുഷ്യർക്കാകെ സന്തോഷകരമായ ദൃശ്യങ്ങൾ തന്നെയാണത്. അദ്ദേഹം ഒരു ചെറിയ രോഗാവസ്ഥയിലായിരുന്നു. ആ രോഗത്തിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായി മുക്തനായി എന്ന് നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കിഡു ലുക്കിൽ മമ്മൂക്ക എന്നാണ് നമ്മൾ എഴുതി കാണിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം ചെന്നൈ വിമാനത്താവളത്തിൻ്റെ ആഭ്യന്തര ടെർമിനലിനുള്ളിലേക്ക് കടന്നു പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയെ നമ്മൾ കാണുന്നു. മലയാളത്തിൻ്റെ മൂത്തോൻ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് സേതു. മാധ്യമപ്രവർത്തകർ ആകെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ചാനൽ ക്യാമറയ്ക്കോ മറ്റേതെങ്കിലും രൂപത്തിൽ ഒരു സ്റ്റിൽ ചിത്രമായിട്ടെങ്കിലും മമ്മൂട്ടി നമ്മുടെ മുമ്പിൽ എത്തിയിട്ട് 7 മാസമായിരിക്കുന്നു. ആൻഡോ ജോസഫ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടെന്നാണ് ഞാൻ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പത്നി സുൽഫത്ത് മമ്മൂട്ടിയും ഒപ്പമുള്ളതായി കാണുന്നു. നാളെയാണ് ഈ ഷെഡ്യൂൾ തുടങ്ങുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും തുല്യ പ്രാധാന്യമുള്ള റോളുകളിൽ അഭിനയിക്കുന്ന ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് മമ്മൂട്ടിയുടെ ഈ രോഗാവസ്ഥ തിരിച്ചറിയപ്പെടുന്നതും അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി പോകേണ്ടി വന്നതും. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു, ഗ്രെയിംസ് റോഡിലുള്ള അപ്പോളോ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയ്ക്ക് കഴിഞ്ഞിരുന്നത്. പരിപൂർണമായും അദ്ദേഹം രോഗമുക്തി നേടി എന്ന് പറയപ്പെടുന്നു. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ കരിയർ തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ 10, 48, 50 വർഷത്തിനിടയിൽ അദ്ദേഹത്തെ ഇത്രയും കാലം തുടർച്ചയായി 7 മാസം നമ്മൾ മിസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ദിവസം പോലും മമ്മൂട്ടിയെ നമ്മൾ കാണാതിരുന്നിട്ടില്ല. അദ്ദേഹം അഭിനയിച്ച അസംഖ്യം കഥാപാത്രങ്ങളായും അദ്ദേഹം അഭിനയിച്ച് ഈ സിനിമാ ക്ലിപ്പുകളും മീമുകളും ഒക്കെയായും നമ്മുടെ മുന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇത് ചുള്ളനായി തിരികെ എന്നാണ് നമ്മൾ എഴുതി കാണിച്ചിരിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് പൂർണ്ണ ആരോഗ്യവാനായി സ്വയം ഡ്രൈവ് ചെയ്താണ് വിമാനത്താവളത്തിൻ്റെ ടെർമിനലിലേക്ക് അദ്ദേഹം എത്തിയത്. നാളെ അദ്ദേഹം ഹൈദരാബാദിൽ സിനിമാ ക്യാമറയ്ക്ക് മുമ്പിൽ, മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ അദ്ദേഹം വീണ്ടും എത്തുകയാണ്. പേട്രിയോട്ട് എന്നാണ് ആ സിനിമയുടെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സിനിമയുടെ ഷെഡ്യൂളിൽ മലയാളത്തിൻ്റെ ഒരേയൊരു മമ്മൂട്ടി മലയാളികൾക്കാകെ സന്തോഷം പകർന്നുകൊണ്ട് ജോയിൻ ചെയ്യുന്നു. ആ ദൃശ്യങ്ങൾ നമ്മളൊക്കെ അതിരറ്റ സന്തോഷത്തോടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സേതു. ഓക്കെ സുജിത്ത്, ശരി. അപ്പോൾ അത്രമേൽ സന്തോഷകരമായ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെയാണ് സുജിത് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അങ്ങനെ മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്ക, മലയാളത്തിൻ്റെ സ്വന്തം മെഗാസ്റ്റാർ ഇതാ പൂർണ്ണ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് നീണ്ട ഇടവേളയ്ക്കു ശേഷം അദ്ദേഹം ഷൂട്ടിംഗ് സെറ്റിലേക്ക് തിരികെ എത്തി.